ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അതെ, ഇന്നത്തെയും സ്ഥിതി മറിച്ചല്ല. ഏറെ ദുഃഖകരമായ ചില സംഭവങ്ങൾ, ഞെട്ടിക്കുന്ന ചില സംഭവങ്ങളാണ് ബിഗ് ബോസ് മലയാളത്തിന്റെ അണിയറയിൽ നിന്നും കേൾക്കാൻ സാധിക്കുന്നത്. ഈ സീസണിൽ നമുക്കറിയാം, പതിവിന് വിപരീതമായി നമ്മളെല്ലാവരും നെഞ്ചിലേറ്റിയ ആ ലെസ്ബിയൻ ദമ്പതികളുടെ അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. ലെസ്ബിയൻ ദമ്പതികളുടെ മാത്രമല്ല, LGTBയുടെ എല്ലാ പ്രതീക്ഷയും ഒറ്റ ദിവസം കൊണ്ട് തകർന്നിരിക്കുന്നു. ഏറെ ഞെട്ടലുളവാക്കുന്ന ചില സംഭവങ്ങളാണ് നടന്നിരിക്കുന്നത്. എന്നാൽ പ്രതീക്ഷയ്ക്ക് ഇപ്പോഴും വകയുണ്ട്. LGTB ആഗ്രഹിച്ചതുപോലെ ബിഗ് ബോസിന്റെ അണിയറയിൽ നിന്നും ഒരു ശുഭസൂചകമായ ഒരു വാർത്ത കേൾക്കാൻ സാധിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നോ നാളെ 5 ലക്ഷം രൂപയുടെ ഒരു പെട്ടി വെച്ചേക്കാം. 4.25 അല്ലെങ്കിൽ 5 ലക്ഷം രൂപയുടെ ഒരു മണി ബോക്സ് വെച്ചേക്കാം. എന്നാൽ അത് നമ്മുടെ ലെസ്ബിയൻ ദമ്പതികളിൽ ഒരാളായ ആദില എന്ന് പറയുന്ന ഈ ഒരു കള്ളഹിമാറ് എടുക്കുമോ എന്നാണ് അറിയേണ്ടത്. എന്താണ് സംഭവിച്ചത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. അതിന് ആദ്യമായി വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് ഹൈപ്പ് ചെയ്ത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ദയവ് ചെയ്ത് കാണാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരാൾ പോലും സബ്സ്ക്രൈബ് ചെയ്ത് കാണരുത് പ്ലീസ്. ഇതെന്റെ ഒരു റിക്വസ്റ്റ് ആണ്. ഈ ആഴ്ച നിങ്ങളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മണി വീക്കാണ്. ആദ്യഘട്ടം പണപ്പെരുമഴ. നെവിന് ഈ ടാസ്കിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. ഈ സീസണിൽ ഏറ്റവും അധികം മണി ടാസ്കിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരുന്നത് മറ്റാരുമല്ല, ലെസ്ബിയൻ ദമ്പതികളിലെ ഭർത്താവായ ആദിലയായിരുന്നു. മണി ടാസ്ക് വരുന്നുവെന്ന് പറയുമ്പോൾ ആദിലയുടെ മുഖത്ത് കാണുന്ന ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഉന്മാദാവസ്ഥയായിരുന്നു. എന്നാൽ പൊടുന്നനെ ആ ഒരു സത്യം തിരിച്ചറിഞ്ഞു. ഈ സീസണിൽ വലിയൊരു കൊടുംചെയ്തി, ഒരു കൊടും പാതകം ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ നടത്തിയിരിക്കുന്നു. 7, 8, 10 ലക്ഷം രൂപയുടെ ഒരു പെട്ടി വെച്ച് വളരെ ഈസിയായി കഴിഞ്ഞ സീസണിൽ കണ്ണൻ സായി എടുത്തുകൊണ്ട് പോയതുപോലെ എടുത്തുകൊണ്ട് പോകാമെന്ന് ധരിച്ച ലെസ്ബിയൻ ദമ്പതികളിലെ ഭർത്താവിന് പിഴച്ചിരിക്കുന്നു. എന്താണ് ഉണ്ടായത്? തുച്ഛമായ പൈസ 350 രൂപ. എന്നാ എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു അല്ലേ. ചീട്ട് കൊട്ടാരം തകർന്നടിഞ്ഞതുപോലെ കാണുവാനുണ്ട്. കണ്ണിലെന്ന് ഞാൻ കാണുന്നു. ഇതുപോലൊരവസ്ഥ ഒരു കള്ള ഹിമാറിന് ഉണ്ടാവാതിരിക്കട്ടെ. 350 രൂപ ക്രമത്തിലാണ് ഓരോ ഹിമാറുകൾക്കും കിട്ടിയിരിക്കുന്നത്. കല്ലിന്റെ പണിക്ക് പോയാൽ പോലും ഇതിലും കൂടുതൽ പൈസ കിട്ടേണ്ടതായിരുന്നു. ഏറെ നിരാശാജനകമായ ഒരവസ്ഥയാണ്. 7, 8 അല്ലെങ്കിൽ 10 ലക്ഷം രൂപ പെട്ടിവെക്കുമ്പോൾ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോവാമെന്ന് ചിന്തിച്ചിരുന്ന ലെസ്ബിയൻ ദമ്പതികളുടെ ഭർത്താവിന് വലിയ തിരിച്ചടി സംഭവിച്ചു. ഈ സീസൺ നമുക്കറിയാം, LGTBയെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു സീസണാണ്. LGTBയിലെ ഒരു പ്രധാനി, പലരും കൂടെ വന്ന് കമന്റ് ഇടും LGTBയുടെ ആൾക്കാർ ഞാൻ കള്ളം പറയുമെന്നും. ഇടേ കള്ളവും തമാശയൊക്കെ ഇത്തിരിയൊക്കെ നമ്മുടെ വീഡിയോസിലുണ്ട്. അത് നമ്മുടെ വീഡിയോ പണ്ടേ കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. പക്ഷെ അതിനിടയിൽ ആ ഒരു പ്രധാന കണ്ടന്റ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അതായത് ഈ സീസണിൽ ആദില എന്ന് പറയുന്ന ഈ ഒരു ലെസ്ബിയൻ ഭർത്താവ് ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നത് പെട്ടിയെടുക്കാനും. സീസൺ തുടക്കത്തിലേ ഞാൻ പറഞ്ഞിരുന്നു, LGTBയിലെ ഒരാൾ എന്തായാലും ഫൈനൽ 5 വരും. നാളെ ഇതുവരെ LGTBയുടെ ആളുകൾ വന്നിട്ടുണ്ടോ? അവര് വെറും കൈയോടെ പോയിട്ടില്ല. LGTBക്ക് വലിയ രീതിയിലുള്ള പ്രാധാന്യം ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട്. അടുത്ത സീസണിൽ LGTB ആണെന്ന് കളവ് പറഞ്ഞിട്ടെങ്കിലും ഇതിലൊന്ന് കയറാൻ ഒരു ശ്രമം ഞാൻ നടത്തിയിരിക്കും. നിങ്ങൾ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുക. ഞാൻ LGTB ആണെന്ന് ഞാൻ പ്രൂവ് ചെയ്യാം. അങ്ങനെ ഈ സീസണിൽ ബിഗ് ബോസ് അടക്കം നെഞ്ചിലേറ്റിയ LGTBക്കാരെ ചതിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് ബിഗ് ബോസ് നടത്തിയിരിക്കുന്നത്. ഇന്നലെ LGTBയുടെ ദേശീയ വക്താക്കളടക്കം പൊട്ടിത്തെറിച്ചു എന്നാണ് പറയുന്നത്. LGTBയുടെ ഓഫീസിൽ പതാക കുറച്ച് താഴ്ത്തി കിട്ടിയെന്ന് പോലും പറയുന്നു. വളരെ നിരാശാജനകമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. പെട്ടി എടുത്തു പോവാൻ ആദിലയ്ക്ക് അവസരം നൽകിയില്ല. എന്നാൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ആദിലയ്ക്ക് വേണ്ടി ഒരു പെട്ടി, അതായത് ഈ സീസണിൽ 50 ലക്ഷം രൂപ കിട്ടുന്നതിൽ 50,000 ഓൾറെഡി ചെലവായി. 1.5 ലക്ഷം ഒരുപക്ഷെ ഇന്ന് ചെലവാക്കിയേക്കാം.
നാളെ 5 ലക്ഷം അല്ലെങ്കിൽ 4.25 ലക്ഷം രൂപയുടെ ഒരു പെട്ടി വെക്കുമെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ആ പെട്ടി എടുത്തുകൊണ്ട് അതിലെ വരുമോ എന്നുള്ളത് തീർച്ചയായും ആശങ്കാജനകമാണ്. കാരണം 10 ലക്ഷമെങ്കിലും ഇല്ലാതെ ഈ ഒരു കള്ളഹിമാർ പെട്ടി എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏറെ പ്രതീക്ഷയോടെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ LGTV വലിയ പ്രതീക്ഷയിലാണ്. ഈ സീസണിൽ വലിയ പ്രതീക്ഷയുള്ള താരങ്ങളായിരുന്നു. LGTVയുടെ പുനരുദ്ധാരണം, അതുപോലെ തന്നെ LGTVക്ക് വേണ്ടി ഒരു ഓഫീസ്, ഇതുവരെ കേരളത്തിൽ ഒരു ഓഫീസ് ഇല്ല, ഒരു ഓഫീസ്, ഒരു കെട്ടിട സമുച്ചയം LGTVക്ക് വേണ്ടി. ഒപ്പം തന്നെ LGTVയുടെ ചെയർമാൻ, നമുക്കറിയാം LGTVയുടെ ചെയർമാനെ സദാസമയവും നമ്മൾ കാണാറുള്ളത് അദ്ദേഹം ഹോട്ടലിലാണ്. ഹോട്ടൽ മാത്രമാണ്, അദ്ദേഹത്തിന് സ്വന്തമായ ഒരു വീടോ ഒരു കാറോ ഇല്ല. LGTVയുടെ ചെയർമാന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് വലിയ രീതിയിൽ ഈ ദമ്പതികൾ ആഗ്രഹിച്ചിരുന്നു. അതായത് മണി ടാസ്കിൽ പെട്ടിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ 20 ലക്ഷം രൂപയെങ്കിലും സ്വരൂപിക്കാൻ സാധിക്കുകയാണെങ്കിൽ LGTV ചെയർമാന് വേണ്ടി ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു കാറ്, ഇതൊക്കെ വലിയ ആഗ്രഹങ്ങളായിരുന്നു. അത് മാത്രമല്ല ഈ ഒരു ദമ്പതികളുടെ വാപ്പയായി ബിഗ് ബോസ് തന്നെ ഈ സീസണിൽ കൊണ്ടുവന്ന നമ്മൾ നെഞ്ചിലേറ്റിയ മറ്റൊരു താരം ജാസ്മിൻ എം മൂസ. ഓൾക്ക് സ്വന്തമായ ഒരു ജിംനേഷ്യം ഇതുവരെ ഇല്ല. ഓൾക്ക് സ്വന്തമായ ഒരു ജിംനേഷ്യം കൊച്ചിയിലോ ബാംഗ്ലൂരിലോ തുടങ്ങണമെന്ന വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അതും ഇതോടുകൂടി വൃഥാവിലാവുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. എന്നാൽ ഇപ്പോഴും പ്രതീക്ഷകൾക്ക് വകയുണ്ട്. ലെസ്ബിയൻ ദമ്പതികളുടെ ഭർത്താവ് 5 ലക്ഷം രൂപയുടെ ആ ഒരു പെട്ടി എടുത്തുകൊണ്ട് ബിഗ് ബോസിൽ നിന്നും പുറത്തു വരുമോ? പെട്ടിയുമായി വരുന്ന ആദിലയെ സ്വീകരിക്കാൻ തീർച്ചയായും എയർപോർട്ടിൽ തന്നെ ബിഗ് ബോസ് വാപ്പ ജാസ്മിൻ എം മൂസ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അല്ലാത്ത പക്ഷെ ഒരുപക്ഷെ ലാലേട്ടന്റെ വീട്ടിലേക്കോ അതിനുശേഷം അക്ബറിന്റെ വീട്ടിലേക്കോ ശോഭാ വിശ്വനാഥിന്റെ വീട്ടിലേക്കോ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പൈസ ധാരാളമായി ചെലവഴിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയേക്കാം. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തന്റെ മകളെ വീട്ടിലേക്ക് അല്ലെങ്കിൽ LGBT ക്വാർട്ടേഴ്സിലേക്ക് എത്തിക്കാൻ ഒരു ശ്രമം ഈ ഒരു വാപ്പ നടത്തിയേക്കാം. ഇനി ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ട ഈ ദിവസങ്ങളിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു വിഷയം, അതെ ഈ സീസണിൽ നമ്മൾ നെഞ്ചിലേറ്റിയ 2 പ്രമുഖ താരങ്ങൾ, ഒന്ന് അനുമോള്, മറ്റൊന്ന് അനീഷ്. അതെ സീസണിന്റെ ഏറ്റവും ഒടുവിൽ അനീഷും അനുമോൾ തമ്മിൽ ഒരു ലവ് ട്രാക്ക് ഉണ്ടായിരിക്കുന്നു. അതെ അനുവീഷ് കോംബോ എന്നുള്ള പേരിൽ ഓൾറെഡി പല ഗ്രൂപ്പുകളും ഇൻസ്റ്റഗ്രാമിൽ തുടങ്ങിക്കഴിഞ്ഞു. സീസൺ അവസാനിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ ഒരു ലവ് കോംബോ എങ്ങനെയാണ് ഉണ്ടായത്, എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. എന്നാൽ ഈ ഒരു ലവ് കോംബോ നമുക്കറിയാം, എല്ലാ സീസണിലും ലവ് കോംബോ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു. ചെറുതെങ്കിലും ലവ് കോംബോ ഉണ്ടായിരുന്നു. ലവ് കോംബോ നെഞ്ചിലേറ്റാൻ വേണ്ടി മാത്രം ബിഗ് ബോസ് കാണുന്ന നിരവധി മനോരോഗികൾ നമുക്കുണ്ട്, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ സീസണിൽ അതില്ലാതിരുന്നത് വലിയ തിരിച്ചടിയായിരുന്നു. എന്നാൽ അത്തരം ആളുകൾക്ക് വലിയ രീതിയിൽ ആശ്വാസമേകിക്കൊണ്ട് ആ ഒരു അനീഷ് അനുമോൾ കോംബോ എത്തിയിരിക്കുന്നു. എന്നാൽ ഈ ഒരു കോംബോ കണ്ട് നിങ്ങൾ ആരും മതിമറക്കരുത്, ഇതൊരു കള്ള കോംബോ ആണ്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അനുമോൾ തന്നെ അത്തരം ഒരു വെളിപ്പെടുത്തൽ ഇന്നലെ രാത്രി നടത്തിയിരിക്കുന്നു. എന്താണത്? വരട്ടെ. പേടിച്ചോ, ഇത് സീരിയസ് ആക്കി എടുത്തെന്ന് വിചാരിച്ചു. നിനക്ക് അങ്ങനെ തോന്നിയതെന്തോ പറയാൻ പറ്റില്ല. പേടിച്ചു, നിന്നോട് ഞാൻ കൊറേ പറയാന്ന്. ഇല്ല, ഞാൻ തമാശക്കാണ് വിളിക്കുന്നത് വെച്ചാണ്. അതല്ല വന്ന് പറഞ്ഞു, ഞാൻ വിചാരിച്ചു നിന്നോട് എന്തോ വന്ന് പറഞ്ഞു. മനസ്സിലാവൂലേ തമാശക്കാണ്? അതൊക്കെ മനസ്സിലായി. അതല്ല നീ പറയാനുണ്ടെന്ന് പറഞ്ഞല്ല എന്നോട്. അപ്പൊ ഞാൻ വിചാരിച്ച് ടോക്ക് ഇതിനൊക്കെ ശേഷം നമ്മള് പറയുന്നത് സീരിയസ് ആക്കി ഇല്ല. പക്ഷെ നീ പറയണ വന്നപ്പോ ഞാൻ ചെയ്തോണ്ടാണ് ഞങ്ങൾ തമാശിക്കുന്നത്. ഒരു രസത്തിന് സമയം പോയി. പുള്ളിയും ചിരിക്കുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. അതായത് അനുമോൾ ഇവിടെ പറയുന്നത് താൻ മറ്റൊരു ഷോയിൽ സ്റ്റാർ മാജിക്കിൽ തങ്കച്ചെന്ന് പറയുന്ന ഒരു പകയനെ ഇതുപോലെ ഒരു പമ്പര വെട്ടിയാക്കിയിരിക്കുന്നു. അത്തരത്തിൽ തമാശയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കോംബോയാണെന്നാണ് പറയുന്നത്. അനീഷ് എന്ന് പറയുന്ന പകയനിക്കും അത് അറിയാമെന്നും പറയുന്നുണ്ട്. എന്നാൽ ഇതൊന്നും വിശ്വസിക്കാൻ കൂട്ടാകാത്ത ചില കള്ള ഹിമാറുകൾ ഓൾറെഡി ഇൻസ്റ്റഗ്രാം തുറന്നു കഴിഞ്ഞാൽ മുഴുവൻ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടേക്കാണ് അനീഷും അനുമോളും തമ്മിലുള്ള കോംബോ. ഇച്ചായ എന്ന് പറയുന്ന ഒരു വിളിയും മനീഷ് അത് കണ്ടിട്ട് നാണം കൊടുങ്ങുന്നതൊക്കെ കണ്ടിട്ട് കുളിര് കോരുന്ന ചില കള്ള ഹിമാറുകൾ. ഈ ഒരു അവസാന ഘട്ടത്തിൽ ഇതുപോലൊരു ദുരന്ത ലവ് കോംബോ വേണമായിരുന്നോ? ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായും ഇന്നലത്തെ എപ്പിസോഡിൽ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ 2 വിഷയങ്ങളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. പ്രത്യേകിച്ചും ആദില എന്ന് പറയുന്ന ഈ ഒരു ലെസ്ബിയൻ ദമ്പതികളുടെ ഭർത്താവിന് പെട്ടിയെടുക്കാൻ സാധിക്കുമോ? പെട്ടിയെടുത്തുകൊണ്ടുവരുന്ന ആദിലയെ സ്വീകരിക്കാൻ LGTV ചെയർമാൻ അടക്കം എയർപോർട്ടിൽ എത്തുമോ? കാത്തിരുന്ന് കാണാം. ഈ സീസൺ LGTVയുടെ സീസണായി മാറുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.